നമുക്കറിയാം, കഴിഞ്ഞ 10 ദിവസമായിട്ട് പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. അമേരിക്കയും ഇസ്രായേലുമാണ് ഇപ്പോഴത്തെ സംഘർഷം തുടങ്ങി വെച്ചത്. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ഒരുമിച്ച് ആക്രമിച്ചതിന് ശേഷമാണ് പശ്ചിമേഷ്യയിൽ സമാധാനം ഇല്ലാതായത്. അതിനുശേഷം ഇറാൻ പ്രത്യാക്രമണം എന്ന നിലയ്ക്ക് GCC രാജ്യങ്ങളിലെ അമേരിക്കയിലെ സൈനിക ബേസുകൾ തിരിച്ചാക്രമിച്ചു. അവിടെ നിന്ന് അങ്ങോട്ടാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം മൂത്തത്. ഈ GCC രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ ഒരു രീതിയിലും പങ്കാളികളായിരുന്നില്ല എന്ന് എടുത്തു പറയേണ്ടതാണ്. എന്നിട്ടും ആ രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെട്ടു. ആ രാജ്യങ്ങളുടെ ജനജീവിതം താറുമാറായി, കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി, പ്രവാസികൾ ആശങ്കയോടുകൂടി ഇരിക്കുന്നു, വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടു, പലരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു, വിമാന സർവീസുകളൊക്കെ ഭാഗികമായിട്ട് പുനരാരംഭിച്ചു വരുന്നതേ ഉള്ളൂ. ഇറാന്റെ ഈ ആക്രമണം, അതായത് GCC രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണം ഒരു രീതിയിലും ന്യായീകരിക്കാവുന്ന ഒന്നല്ല. GCC രാജ്യങ്ങളിലേക്ക് ഡ്രോണുകളും മിസൈലുകളും വർഷിച്ചുകൊണ്ടാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ ഇറാൻ മറുപടി കൊടുത്തത്. പക്ഷെ ഈ ഡ്രോണുകളും മിസൈലുകളും എല്ലാം വന്നു പതിച്ചത് UAE, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ GCC രാജ്യങ്ങളിലേക്കായിരുന്നു. ഇപ്പോഴും ഈ GCC രാജ്യങ്ങൾ ഇറാനെതിരെ സംയമനം പാലിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിരുന്നു ഇറാൻ ചെയ്തത്. ഒപ്പം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും. 1700-ലധികം മിസൈലുകളാണ് UAE മാത്രം പതിച്ചത്. ഇതിനിടെ UAE-ക്കെതിരെ ഒരു വ്യാജ വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. UAE കൂടി യുദ്ധത്തിൽ അണിചേർന്നതായിട്ടായിരുന്നു ആ വ്യാജ വാർത്ത. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഒരു ശുദ്ധജല നിർമ്മാണ പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയതായിട്ടാണ് ആദ്യം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. മേഖലയിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരമൊരു നീക്കം UAE-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന രീതിയിലായിരുന്നു ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ഇത് ഇറാൻ ഭരണകൂടത്തിന് നൽകിയ ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഇത് ഗൾഫ് മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ സഹികെട്ടായിരുന്നു അത്രേ UAE ഇത്തരമൊരു നീക്കം നടത്തിയതെന്നായിരുന്നു ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് ഈ വ്യാജ വാർത്തകളെല്ലാം തള്ളിക്കൊണ്ട് അത്തരമൊരു ആക്രമണം UAE നടത്തിയിട്ടില്ല എന്ന് UAE അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും UAE പറഞ്ഞൊരു കാര്യമുണ്ട്: ഇറാനിലെ ജനതയെ ദ്രോഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇറാനിലെ ജനതയുടെ ക്ഷേമമാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഇറാനെതിരെ UAE-ക്ക് ആക്രമിക്കാൻ നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവിടുത്തെ ജനതയുടെ ക്ഷേമത്തെക്കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇപ്പോഴും UAE ഇറാനെതിരെ ഒരു ആക്രമണത്തിന് മുതിർന്നിട്ടില്ല. പതറാതെയാണ് UAE ഇറാൻ തൊടുത്തുവിട്ട 1700-ലധികം ഡ്രോണുകളെയും മിസൈലുകളെയും എല്ലാം വിജയകരമായി പ്രതിരോധിച്ചത്. അതിനിടയിൽ UAE ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ചില കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു, ചില ജീവനുകൾ പൊലിഞ്ഞു, പലരും പരിക്കേറ്റു. ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും ഇറാനെതിരെ UAE ഇപ്പോഴും സംയമനം പാലിക്കുകയാണ്. UAE-യുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് UAE ആവർത്തിച്ച് പറയുന്നുണ്ട്. സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും മാതൃകയായ UAE-യുടെ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായിട്ട് കൂടിയാണ് UAE ഇതിനെ കണ്ടത്. സ്വന്തം മണ്ണിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യം സജ്ജമാണെന്നും UAE അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ യൂറോപ്യൻ യൂണിയനുമായും മറ്റ് GCC രാജ്യങ്ങളുമായി എല്ലാം UAE ഒരു കോൺഫറൻസ് കൂടിയിട്ടുണ്ട്. അതിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്: ഏത് ആക്രമണത്തെ പ്രതിരോധിക്കാനും UAE സുസജ്ജമാണ് എന്നുള്ളത്. ഇറാനി കാണിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവുമാണെന്ന് ഒരേ സ്വരത്തിലാണ് ഈ കോൺഫറൻസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ പ്രതിനിധികൾ പറഞ്ഞു വെച്ചത്. എന്തായാലും ഇറാനെതിരെ പ്രതിഷേധം കടുക്കുകയാണ്. പശ്ചിമേഷ്യയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ചു വെച്ച ആ പ്രശ്നം തന്നെയാണ്. വിമാന സർവീസുകളെല്ലാം പുനരാരംഭിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും അത് പൂർണ്ണമായി പഴയ സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. ഭാഗികമായിട്ടേ അതും നടക്കുന്നുള്ളൂ. പശ്ചിമേഷ്യ പഴയ സമാധാനത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. അതിന് ഈ രാജ്യങ്ങളെല്ലാം ആയുധം എടുക്കുന്നതിന് പകരം നയതന്ത്രത്തിലൂടെ ചർച്ച ചെയ്ത് വേണം ഇത് പരിഹരിക്കാൻ. ഇറാന്റെ കാര്യത്തിൽ അമേരിക്ക എടുക്കുന്ന ഏതൊരു തീരുമാനവും ലോക സമാധാനത്തിന് വലിയ പങ്ക് വഹിക്കും. അത് വളരെ നിർണായകമായിരിക്കും. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ, അതായത് മുസ്തഫ ഖമേനിയെ അമേരിക്കയ്ക്ക് ഒട്ടും സ്വീകാര്യമല്ല. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ആളെ മാത്രമേ ഇറാനിൽ പുതിയ പരമോന്നത നേതാവായി നിയമിക്കാൻ പാടുള്ളൂവെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നതാണ്. മുസ്തഫ ഖമേനി ഇനി എടുക്കുന്ന തീരുമാനങ്ങൾ ഇറാനിൽ കൈക്കൊള്ളുന്ന നിർണായകമായ
നടപടികൾ എല്ലാം പശ്ചിമേഷ്യയും ബാധിക്കും. കാരണം ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ഇറാനിലേക്കാണ് കണ്ണു നട്ടിരിക്കുന്നത്.